പപ്പു, എടാ പപ്പു. ആ വരുന്നു. അമ്മച്ചി മാങ്ങാപ്പഴം വേണോ? മാങ്ങപ്പഴം ഒന്നും വേണ്ട മോനെ, നീ അവരെ ഒന്ന് വിളിച്ചേ. സമയം നോക്ക്, അവിടെ പാരാത്രിയെ. മമ്മി എന്നെ തെറി പറയും. എന്നാ പിന്നെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വിട്ടാലോ? ആ അത് വേണം. ഇങ്ങതാ എന്നാ പറയണ്ടേ, എന്നാ പറയണ്ടേന്ന്. എൻ്റെ ഒരു പടം അങ്ങോട്ടിട. അയ്യാടാ അപ്പൊ ഈ ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്ത് അവർക്കറിയാമോ? സോണിക്കുട്ടിയുടെ സിനിക്കുട്ടിയുടെ ഒക്കെ ഫോട്ടോ ലൈക്ക് അടിച്ചില്ലേ അവരെന്നെ വേനിച്ചോ? വേദനിക്കുന്നു. ഇത് കുഴപ്പമില്ലല്ലോ. ആ അപ്പം അവരറിഞ്ഞു കാണും അമ്മച്ചിക്ക് പുതിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത കാര്യം. അപ്പം ലൈക്ക് അടിച്ചാ മതിയല്ലേ? ചുമ്മാ കയറി ലൈക്ക് അടിച്ചേക്കല്ലേ കേട്ടോ, കുറെ പേട്ട് കളവന്മാരുള്ളതാ. പോടാ അവിടുന്ന്. അതെ, നിന്റെ ആ കൊച്ചിന്റെ കാര്യം എന്നായി? അവളോട് പറഞ്ഞായിരുന്നോ? ഞാൻ പറയാൻ വേണ്ടിട്ടൊക്കെ അങ്ങോട്ട് ചെന്നതാ. ഹോസ്റ്റലിൽ കയറാൻ സമയം എന്ന് പറഞ്ഞാൽ അവൾ അങ്ങോട്ട് പോയി. നീ അങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നേ. പിന്നെ അവളുടെ ഒരു കൂട്ടുകാരി ഇല്ലായിരുന്നോ? എന്താ അവളുടെ പേര്? കൃഷ്ണമണി. ആ കൃഷ്ണമണി. അവളെ കയ്യിലെടുക്കണ്ടി. ആ അങ്ങോട്ട് ചെന്നാ മതി. പട്ടി വെറ്റ പോലെ കൂടെ ഉണ്ട്, പേര് പോലെ തന്നെ കൃഷ്ണമണി. പ്രധാന പ്രശ്നം എന്താണെന്നറിയാവോ? നിനക്ക് ധൈര്യമില്ല. പൊന്നമ്മ മതി കേട്ടോ, ഡയബറ്റീസ് ഒക്കെ ഉള്ളതാ. അവരിപ്പോ ഫുൾ ടൈം വീട്ടിലാണല്ലോ. അവര് റിട്ടയർഡായി. ആണോ? മക്കളൊക്കെ വിളിക്കുന്നുണ്ട്, പക്ഷെ അവർ ഇന്ത്യയില്ല, പോകത്തില്ല. സിന്ധു എത്തി. അവള് അവിടെ അനിയത്തിയുടെ മറ്റോ കല്യാണം അവള് പോയിരിക്കുക. ഓ കല്യാണമാ? അപ്പൊ പൈസ ചോദിച്ചപ്പോ എടുത്ത് കൊടുത്തും കാണും അല്ലേ? എന്റെ പൊന്നു പൊന്നമ്മ, കള്ളി എന്ന് പറഞ്ഞ നല്ല എ ക്ലാസ് കള്ളിയാ, അറിയാവോ? പാവാടാ. പാവം. എടുക്കുന്നൊക്കെ എനിക്കറിയാം, പക്ഷെ ഞാൻ കണ്ടില്ല എന്നങ്ങ് വെക്കും. വെക്കും. പിന്നെ എനിക്കൊരു കൂട്ടിന് അവള് മാത്രല്ലേ ഉള്ളൂ. അതൊന്നും എനിക്കറിയാമില്ല. ആ പൊന്നമ്മേ, ഇത് രാത്രി കഴിക്കാനുള്ളതാണേ, മര്യാദയ്ക്ക് കഴിക്കണേ, എൻ്റെ പണി കളയരുത് കേട്ടോ. തിങ്കളാഴ്ച ഞാനായിരിക്കില്ല, ആ പെണ്ണായിരിക്കും. വഴക്കൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത്, നല്ല കുട്ടി ആയിരിക്കണേ. ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കരുത്, മര്യാദ കിടന്ന് ഉറങ്ങണം കേട്ടല്ലോ. അപ്പോൾ ഓക്കെ.